തക്കാളിക്ക് ചോറ് വെക്കാനായിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പിലേക്ക് വെക്കുക. അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനും നല്ലവണ്ണം തന്നെ പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്കടുത്ത് അതിൻ്റെ അകത്തേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് നല്ലവണ്ണം തന്നെ ഒന്ന് പൊട്ടി വരണം. അത് പൊട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശകലം പെരിഞ്ചീരകവും ശകലം പട്ടയും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന പരുവം ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. പേസ്റ്റായിട്ടാണ് ആഡ് ചെയ്യുന്നത്. പേസ്റ്റായിട്ടല്ലാത്തവർ അങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില നല്ല ഇഷ്ടമാണ് എൻ്റെ. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള പോലെ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ വക്കിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക് എന്നിവ ചേർക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പ് തൂളി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. കുഞ്ഞു വെളുക്കിടത്ത് ചമയ്ക്കുന്നുണ്ട്. പിന്നെ ശകലം 2 കുരുമുളക്, അത് കുറച്ച് മുമ്പ് ആഡ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ശകലം ഒന്ന് വിട്ടുപോയി. എങ്കിലും ആ കുരുമുളകും കൂടെ 2-3 കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. ഈ സവോള നല്ലപോലെ വഴഞ്ഞ നല്ലൊരു നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു സെറ്റായിട്ട് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലവണ്ണം തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ആവശ്യമുള്ളവർക്ക് മാത്രം എടുക്കാം. മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എങ്കിലും ഞാൻ മല്ലിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഗരം മസാല എന്നിവ, ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇതിലേതെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ മസാലയെല്ലാം സവോളയിൽ പിടിക്കുന്നതാണ്. ഇതിലേക്ക് തക്കാളിയാണ് ആവശ്യം. തക്കാളിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം ഇതിൻ്റെ അകത്ത്. അത് ആഡ് ചെയ്യാം. തന്നെ ഇതുപോലെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ആഡ് ചെയ്ത് തുറന്ന് നോക്കാം. എല്ലാം കൂടെ തൂക്കി കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി